ശ്രീ ആദർശ് ശിവദാസൻ, ഇപ്പോൾ ഈ രണ്ട് കേസുകളും നമ്മൾ ഒരു പൊതു സ്വഭാവം കാണുന്നത് PSC-യിൽ നമുക്ക് വിവരങ്ങൾ ലഭിച്ചെങ്കിൽ മാത്രമാണ് നിയമ നടപടിക്ക് പോകാൻ കഴിയുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിവരാവകാശ നിയമപ്രകാരം ഇത് അക്സസ് ചെയ്യുക, KAT-ൽ പോവുക, അതേപോലെ തന്നെ ഇന്റേണൽ വിജിലൻസിന്റെ ഒരു അന്വേഷണത്തിലേക്കുള്ള കാര്യങ്ങൾ നീങ്ങുക. പക്ഷേ വിവരാവകാശ നിയമപ്രകാരം എങ്ങനെ ഒരു ഉദ്യോഗാർത്ഥിക്ക് വിവരങ്ങൾ നൽകരുതെന്നുള്ളത് ഗവേഷണം ചെയ്ത് എല്ലാ അർത്ഥത്തിലും ഉദ്യോഗാർത്ഥികളെ വലയ്ക്കുക എന്നുള്ളത് നമ്മൾ നേരിട്ട് കേൾക്കുന്ന എല്ലാ കേസുകളിലും വ്യക്തമാണ്. അതെന്തുകൊണ്ടാണ്? കാരണം ഇത് ഒരു ക്രമക്കേട് നടത്തുക, അത് മൂടി വെക്കുക, ആ മൂടി വെക്കുന്നതിൽ എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തുക, ഉദ്യോഗാർത്ഥികളെ 3, 4, 5 വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുക. അതുതന്നെയാണോ താങ്കളുടെ അനുഭവത്തിലും ഉണ്ടായത്? PG സെയിം അനുഭവം തന്നെയാണ്. പിന്നെ അത് പറയുന്നതിന് മുന്നേ, അതിന്റെ ആൻസർ പറയുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയാം. ഈ ഇന്റേണൽ വിജിലൻസ് എന്ന് പറയുന്നത് തന്നെ ഏറ്റവും പരിഹാസ്യമായ ഒരു സംഭവമാണ്. കാരണം അതിനെ നമ്മൾ എങ്ങനെ പറയുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനും അപ്പനും അപ്പന്റെ പെങ്ങൾ സഹോദരയും എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് ഇന്റേണൽ വിജിലൻസ്. അപ്പൊ അതിന്റെ അന്വേഷണം എന്തായിരിക്കും എന്ന് ഇനി ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഇനി RTIയുടെ പറയാം. RTI ഇപ്പൊ ഞാൻ നേരിട്ട ബുദ്ധിമുട്ടുകൾ അത് ഈ PSC മാത്രമല്ല, ഏത് ഗവൺമെന്റ് ഓഫീസിൽ പോയാലും നമുക്ക് കിട്ടുന്ന ഒരു ഇതാണ്. അവർ ഒന്നീ തേർഡ് പാർട്ടി ഇൻഫർമേഷൻ 8J പ്രകാരമുള്ള എന്ന് പറയും, അല്ലെങ്കിൽ അതേപോലെ എന്തെങ്കിലും മുട്ടത്തർക്കം പറഞ്ഞിട്ട് ഇത് തരാതിരിക്കും. PSC സംബന്ധിച്ച് ഒന്നും തേർഡ് പാർട്ടി ഇൻഫർമേഷൻ അല്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഭാഷ് ചന്ദ്ര CBSE കേസിൽ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷന്റെ തന്നെ ഓർഡർ ഉണ്ട്. ഇതായത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ഒരാൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരാളുടെ ഡിഗ്രി അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പബ്ലിക് ഡോക്യുമെന്റ് ആണ്. പബ്ലിക് ഡോക്യുമെന്റ് ആർക്കും അവൈലബിൾ ആയിട്ട് കൊടുക്കണം. അപ്പം ട്രാൻസ്പെറൻസി കീപ്പ് ചെയ്യേണ്ട ഏതൊരു സ്ഥാപനവും അത് പ്രൊവൈഡ് ചെയ്യുകയാണ് വേണ്ടത്. അല്ലാതെ ഇത് തേർഡ് പാർട്ടി ഇൻഫർമേഷൻ ആണെന്ന് പറഞ്ഞ് മാറ്റി വെക്കുകയല്ല. പക്ഷേ എന്റെ അനുഭവം തന്നെ ഇതാണ്, എല്ലാം തേർഡ് പാർട്ടി ഇൻഫർമേഷൻ ആണെന്ന് പറഞ്ഞ് ഒരു ഡീറ്റെയിലും ഒന്നും തന്നില്ല. അവസാനം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചെയ്തത് ഇദ്ദേഹം എന്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ റാങ്ക് കൊടുത്ത് അപ്പോയിന്റ് അയാൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളിലും പഠിച്ച സ്ഥാപനങ്ങളിലും RTI ഇട്ടിട്ട് ഡീറ്റെയിൽസ് എടുക്കേണ്ടി വന്നു. കിട്ടിയ ഡീറ്റെയിൽസ് അതും ഏറ്റവും പഠിച്ച സ്ഥാപനങ്ങളും വർക്ക് ചെയ്ത സ്ഥാപനങ്ങളും മാത്രമല്ല, ഈ തുല്യത സംബന്ധിച്ച വിവരങ്ങൾ അറിയാൻ വേണ്ടി എല്ലാ സ്ഥാപനങ്ങളിലും. അപ്പൊ ഇത്രയും സ്ഥലത്ത് നിന്നും വിവരാവകാശ നിയമപ്രകാരം ഈ വിവരങ്ങൾ ആക്സസ് ചെയ്യാൻ പ്രയാസമുണ്ടായില്ല. PSC-യിൽ നിന്നാണ് ബുദ്ധിമുട്ടുണ്ടായത്. PSC ചെയ്ത പരിപാടിയുടെ കേട്ടാണ് ഇതിന്റെ ഏറ്റവും ഒരു വ്യാപ്തി മനസ്സിലാവും, ഇത് കാണിക്കുന്ന കൊള്ളരുതായ്മയുടെ. അതായത് PSC ചെയ്തത് കമ്മീഷന്റെ, അതായത് ഇൻഫർമേഷൻ കമ്മീഷന്റെ ഓർഡറിനെ ഇവർക്ക് കംപ്ലൈന്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതിന് ചെയ്ത പരിപാടി എന്നെ കൊണ്ടൊരു 1800 രൂപയോളം, അതിന് ഒത്തിരി പേജുണ്ട്. അതായത് ഞാൻ ചോദിച്ചിരുന്നത് ആ നോട്ടിഫിക്കേഷന്റെ A to Z അന്ന് തൊട്ട് അഡ്വൈസ് വരെയുള്ള കംപ്ലീറ്റ് ഫയൽ നോട്ട് ഉൾപ്പെടെയാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ അത് മുഴുവൻ തരാൻ കമ്മീഷൻ ഉത്തരവിട്ടു. അപ്പോൾ അത് ചെയ്ത പരിപാടി, ഇത്രയും ക്യാഷ് എന്നെ കൊണ്ട് അടപ്പിച്ചിട്ട് ഇവർ ചെയ്ത പരിപാടി, ഒരു 300-400 പേജുള്ള ഒരു ഡോക്യുമെന്റ് വന്നു. ഈ ഡോക്യുമെന്റിനകത്ത് ഇയാളെ സംബന്ധിച്ച് വരുന്ന റെക്കോർഡ്സ് വരുന്നതെല്ലാം ബ്ലർഡ് ചെയ്ത് വെച്ചു. അതായത് കാണാൻ പറ്റത്തില്ല. എന്റെ ഡോക്യുമെന്റ്, അതായത് തൊട്ട് ഇപ്പുറത്തെ പേജിൽ വരുന്ന എന്റെ പേജെല്ലാം വളരെ ക്ലിയർ ആണ് ഉദ്യോഗാർത്ഥിയായ. പക്ഷേ ഈ പറയുന്ന മിസ്അപ്രോപ്രിയേഷൻ ഇത് കാണിച്ചിരിക്കുന്ന ഉദ്യോഗാർത്ഥിയുടെ എല്ലാ ഡോക്യുമെന്റ്സും ബ്ലർഡ് ചെയ്തിട്ടാണ് എനിക്ക് തന്നിരിക്കുന്നത്. അത് മാത്രമല്ല, ഇയാളുടെ ഈ OTV വൺ ടൈം വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് നടത്തിയ ദിവസമാണെന്ന അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസിന്റെയും ഇത് ഈ രേഖകളിലില്ല. അതായത് അത് മൊത്തവും ഒഴിവാക്കി. അതിനുശേഷം ഞാനിപ്പോൾ അത് വിവരാവകാശ കമ്മീഷന് വീണ്ടും കംപ്ലൈന്റ് കൊടുത്തു. കാരണം എനിക്ക് കമ്മീഷൻ അനുവദിച്ച, അതായത് ഓർഡർ ഇട്ട പോലെ എനിക്ക് ഡോക്യുമെന്റ്സ് കിട്ടിയിട്ടില്ല. വിവരാവകാശ കമ്മീഷൻ ഇതുവരെ റെസ്പോണ്ട് ചെയ്തിട്ടില്ല. ഞാനിനി ഹൈക്കോടതിയിൽ തന്നെ റിട്ട് ഫയൽ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അതിനെപ്പറ്റി. അപ്പോൾ അതിനുശേഷം ഞാൻ ചെയ്ത ഒരു കാര്യം, ഇദ്ദേഹം ഇവിടെ വൺ ടൈം വെരിഫിക്കേഷൻ ഈ പറയുന്ന ഡേറ്റിൽ എത്തിയോന്ന് അറിയാൻ വേണ്ടി ഞാൻ അവിടുത്തെ ഗേറ്റ് പാസിന്റെ ഡീറ്റെയിൽസ് ഉൾപ്പെടെ ചോദിച്ചുകൊണ്ട് PSC-ക്ക് RTI കൊടുത്തു. അതിനൊന്നിനും മറുപടിയില്ല. എല്ലാം മറുപടി തരുന്നത് അത് അവിടെ ഇല്ല, അല്ലെങ്കിൽ ഇത് തരാൻ അനുവദനീയമല്ല, ഇങ്ങനെയുള്ള മറുപടികളാണ് തന്നത്. അതായത് PSC-ന്ന് ആര് വിചാരിച്ചാലും ഒരു ഡോക്യുമെന്റോ ഒരു ഇതോ RTI പ്രകാരം നിങ്ങൾക്ക് കിട്ടുമെന്ന് വിചാരിക്കണ്ട. കാരണം ഇവര് കള്ളത്തരത്തിന് എങ്ങനെ, ഇപ്പം PG പറഞ്ഞ പോലെ തന്നെ എങ്ങനെ കള്ളത്തരം നടത്താം എന്നതിനെ കുറിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. ശ്രീ JS അഖിൽ, കഴിഞ്ഞ 10 വർഷം PSC-യെ രാഷ്ട്രീയ നിയമനത്തിന് വേണ്ടിയുള്ള ചവിട്ടുപടിയാക്കിയെന്ന് നിയമസഭയ്ക്കകത്തും പുറത്തുമൊക്കെ രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ചവരാണ് നിങ്ങൾ. നമ്മുടെ ആർക്കൈവ്സിൽ നിരവധി പ്രതികരണങ്ങളുണ്ട്. അത് നമ്മളിപ്പോൾ ഉപയോഗിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇന്നിപ്പോൾ അധികാരത്തിലിരിക്കുന്ന ഒരു UDF സർക്കാരാണ്. അഖില് രേഖാമൂലം ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു ഇന്റേണൽ വിജിലൻസ് എൻക്വയറിൽ ഇത് ഒതുങ്ങരുതെന്നുള്ളതാണ്. നേരിട്ടൊരു മറുപടി കിട്ടിയോ?
ഏത് തരത്തിലുള്ള ഒരു സർക്കാർ ഇടപെടലാണ് ഇക്കാര്യത്തിൽ ആവശ്യപ്പെടുന്നത്, പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതിനകത്തൊരു ഗുരുതരമായ വീഴ്ച ഞാൻ ഇതിനകത്ത് ചൂണ്ടിക്കാണിച്ചൊരു കാര്യം, ഇപ്പോൾ ഈ സിസ്റ്റത്തിനകത്ത് ഈ പറയുന്ന പോലെയുള്ള ആരോപണങ്ങളിൽ കുഴപ്പമുണ്ട് എന്ന് അറിഞ്ഞിട്ടും ഈ നിയമന ഉത്തരവുമായി ബന്ധപ്പെട്ട് കൃത്യമായി അതിൻ്റെ ചെയർമാൻ ഉൾപ്പെടെ മുന്നോട്ട് പോയി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം. ഇവിടെ ഇപ്പോൾ ഇന്റേണൽ എൻക്വയറി നടക്കുന്നതിൻ്റെ ഭാഗമായി ഇന്റേണൽ എൻക്വയറി നടക്കുന്നതുകൊണ്ട് ഈ മറ്റു തരത്തിലുള്ള കേസുകളൊന്നും രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നത് തികച്ചും ഒരു ഈ ഒരു അല്ലാത്തൊരു തടസ്സം പറച്ചിൽ മാത്രമാണ്. യഥാർത്ഥത്തിൽ അത്തരത്തിലൊരു പ്രശ്നമില്ല. ഈ എൻക്വയറി നടക്കട്ടെ, ഇന്റേണൽ എൻക്വയറി നടക്കട്ടെ. പക്ഷേ ഇത്തരത്തിലൊരു ആരോപണം ഉണ്ടെങ്കിൽ അതിനെതിരെ വിജിലൻസ് നടപടിയെടുക്കുന്നതിന് ഒരു പ്രശ്നമില്ല. ഇത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലൊരു പരാതിയിൽ കഴമ്പുണ്ടെങ്കിൽ ഈ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിനൊന്നും ഒരു പ്രശ്നമില്ല. കേസ് രജിസ്റ്റർ ചെയ്യാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഉദ്യോഗാർത്ഥിക്ക് പരാതി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് കോടതിയിൽ പോകാം. ഇപ്പം ക്യാറ്റിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉദ്യോഗാർത്ഥിയുടെ വ്യക്തിപരമായ പ്രശ്നത്തിന്റെ ഭാഗമായിട്ട്, വ്യക്തിപരമായ അദ്ദേഹത്തിന്റെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തിപരമായ കാര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്യാറ്റിലേക്ക് പോകുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ പറയുന്ന പോലെ ഒരു ഇന്റേണൽ എൻക്വയറിയുടെ ഭാഗമായി സ്വാഭാവികമായിട്ടും ആ എൻക്വയറി നടക്കുന്നതുകൊണ്ട് വിജിലൻസിന് കേസ് രജിസ്റ്റർ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. ഇവരെല്ലാവരും തന്നെ പബ്ലിക് സർവൻ്റ് ആണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ PSC ചെയർമാനും PSC അംഗങ്ങളും എല്ലാവരും തന്നെ പബ്ലിക് സർവൻറ്റിൻ്റെ പരിധിയിൽ വരുന്നു എന്നൊരു മുൻ സുപ്രീം കോടതി വെർഡിറ്റുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ആ പബ്ലിക് സർവൻ്റായി നിൽക്കുന്ന ആളുകൾക്കെതിരെ ഉയർന്നു വരുന്ന ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരത്തിൽ എൻക്വയറി നടത്താൻ ഒരു എക്സ്റ്റേണൽ ഏജൻസിയെ കൊണ്ട് എൻക്വയറി നടത്തേണ്ടതുണ്ടെങ്കിൽ ആ ഒരു എൻക്വയറി നടത്താൻ സർക്കാർ മുൻകൈ എടുത്താൽ എന്താണ് പ്രശ്നം? ഈ മടിയിൽ കനവില്ലെങ്കിൽ അവർ ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മളിവിടെ വീണ്ടും ആവർത്തിച്ച് പറയുന്നത് ഇത്തരത്തിലുള്ള ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ നമ്മുടെ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡുമായി ബന്ധപ്പെട്ട് തന്നെ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിൽ ഇതുപോലെ പ്രശ്നമുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലമായി ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിൽ നിയമനം നടത്തിയിരിക്കുന്നത് പ്രത്യേക ഒരു ജില്ലയിൽപ്പെട്ട ആളുകളാണ്. 90% കണ്ണൂർ ജില്ലയിൽപ്പെട്ട ആളുകളാണെന്ന ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്, ആരോപണമുണ്ട്. മുമ്പ് നടന്ന പല പരീക്ഷയെക്കുറിച്ചുള്ള പരാതി ഏതാണ്? ഇപ്പോൾ KS കാര്യത്തിൽ, അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസറുടെ കാര്യത്തിലൊക്കെ ഒരു പ്രത്യേക പൊളിറ്റിക്കൽ അഫിലിയേഷൻ ഉള്ള, അത് വളരെ വ്യക്തമായിട്ട് ഉള്ള ആളുകൾക്ക് വൻതോതിൽ നിയമനം ലഭിക്കുന്നു എന്നുള്ള പരാതി നിലനിൽക്കുമ്പോഴാണ് ഒരു ടെസ്റ്റ് കേസായിട്ട് അഖിൽ ഈ വിവരങ്ങൾ പുറത്തു വരുന്നത്. തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ ഒരു സിസ്റ്റത്തിനകത്ത് തന്നെ മൊത്തത്തിലൊരു മാറ്റം വരേണ്ടതുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന പോലെ PSCക്കകത്ത് നടത്തുന്ന നിയമനങ്ങളുമായി ബന്ധപ്പെട്ട പരീക്ഷയിൽ തന്നെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ഇപ്പോൾ ഈ പരീക്ഷയിൽ തന്നെ ഈ പ്രാചീന കാലത്തിലുള്ള സിസ്റ്റമാണ് പോകുന്നത്. ഇപ്പോൾ OMR എക്സാം നടത്തുന്നുണ്ടെങ്കിലും ആ OMR എക്സാം വഴി ഒരു ഉദ്യോഗാർത്ഥിയുടെ കഴിവ് എത്രമാത്രം ഉണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ കഴിയും. ഇപ്പോൾ നമ്മളിപ്പോൾ പ്രൈവറ്റ് മേഖലയൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ പ്രൈവറ്റ് മേഖലയിൽ എങ്ങനെയാണ് ആളുകളെ ഒരു ഉദ്യോഗാർത്ഥിയെ തിരഞ്ഞെടുക്കുന്നത്? ആ ആളിൻ്റെ ഒരു പ്രൊഫഷണൽ സ്കില്ല് മനസ്സിലാക്കണമെങ്കിൽ ഈ OMR ഷീറ്റിൽ എങ്ങനെ ഈ എക്സാം നടത്തി മനസ്സിലാക്കാൻ കഴിയുമെന്നൊരു വലിയ പ്രശ്നമുണ്ട്. ഇപ്പോൾ PSC തന്നെ അതിൻ്റെ പരീക്ഷയുടെ രീതി തന്നെ മാറ്റേണ്ട സമയമായി. ഞാൻ അതാ നേരത്തെ പറഞ്ഞത്, ഈ IIM പോലെയുള്ള വലിയ ഇൻസ്റ്റിറ്റ്യൂഷനുകളെ ഏൽപ്പിച്ചുകൊണ്ട് ഈ PSCക്കകത്തൊരു ഇന്റേണൽ ഓഡിറ്റ് നടത്തണം. ഈ പറയുന്ന നിയമനങ്ങളിനകത്ത് ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം മികച്ചൊരു ഉദ്യോഗാർത്ഥിയെ സർക്കാരിലേക്ക് സംഭാവന ചെയ്യുമ്പോൾ ആ ഉദ്യോഗാർത്ഥിയെ കൊണ്ട് ഈ വകുപ്പിനും സർക്കാരിനും ഈ സംസ്ഥാനത്തിനും ഗുണം ചെയ്യുന്ന രീതിയിൽ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് കഴിയണമെങ്കിൽ വെറും ഒരു OMR ഷീറ്റിലെ ഒരു പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ മാത്രമായി ഒതുങ്ങി നിന്നാൽ അത് ശരിയാകില്ല എന്നൊരു അഭിപ്രായം കൂടി എനിക്കുണ്ട്. ഈ സിസ്റ്റം മൊത്തത്തിൽ അഴിച്ചുപണി. ഇപ്പോൾ ഒരാളുടെ സ്കില്ല് മനസ്സിലാക്കാൻ, ഒരാൾ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സ്കില്ല് മനസ്സിലാക്കണമെങ്കിൽ ഈ OMR ഷീറ്റിൽ നടത്തുന്ന എക്സാം കൊണ്ട് എങ്ങനെ സാധിക്കുമെന്നൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ PSCയെ സംബന്ധിച്ചിടത്തോളം PSC ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലമായി PSCയിലൂടെ എല്ലാ ഉദ്യോഗാർത്ഥികളല്ല ഞാൻ പറയുന്നത്, ഒരു PSCയിലൂടെ വരുന്ന ആളുകൾ തന്നെ, തിരഞ്ഞെടുക്കുന്ന ആളുകളുടെ തന്നെ അവർ ഇപ്പോൾ കറപ്ഷൻ്റെ ഭാഗമായിട്ട് തിരഞ്ഞെടുക്കുന്ന ആളുകൾ ആയിക്കൊള്ളട്ടെ, അങ്ങനെ കറപ്ഷൻ്റെ ഭാഗമായി വരുന്ന ആളുകൾ അല്ലെങ്കിൽ അവർ എത്രമാത്രം എഫിഷ്യൻ്റ് ആണ് എന്നുള്ള കാര്യത്തിൽ അതൊക്കെ എങ്ങനെ നമുക്ക് ഒന്ന് വിലയിരുത്താൻ കഴിയും? ഏറ്റവും ഇന്നെഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളുകൾ കടന്നു വരുന്നൊരു സാഹചര്യം എങ്ങനെ ഉണ്ടാകുന്നു? അവിടെ ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അഴിമതി നടന്നിട്ടുണ്ടോ എന്നൊരു എക്സ്റ്റേണൽ ഏജൻസി അന്വേഷിക്കുന്നത് തന്നെയാണ് ശരി. ഈ ഗവൺമെന്റിന് ഇപ്പോൾ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പരാതി കൊടുക്കും. ഇവിടെ ഇപ്പോ ഈ ആദർശ് നടത്തുന്ന നിയമ പോരാട്ടമാണെങ്കിലും നേരത്തെ നമ്മൾ പറഞ്ഞ ഈ പ്ലാനിംഗ് ബോർഡിലേക്ക് നടത്തിയിട്ടുള്ള 3 ഉന്നത തസ്തികകളിലാണെങ്കിലും ഒക്കെ പരാതിയുമായി ഉദ്യോഗാർത്ഥികൾ സംശയത്തിന്റെ പേരിൽ സ്വന്തം നിലയ്ക്ക് അന്വേഷണം നടത്തി പോയില്ലെങ്കിൽ എങ്ങനെയാണ് ഇത് പുറത്തു വരിക? അവർ നിയമത്തിന്റെ മുമ്പിൽ ഇത് കൊണ്ടുവരുന്നതുകൊണ്ട് മാത്രമല്ല ഈ തട്ടിപ്പ് പുറത്തു വരുന്നത്. അതല്ലേ നേരത്തെ ഹരീഷും അതേപോലെ തന്നെ ആദർശം പറഞ്ഞ പോലെ. പിന്നെ എന്ത് ഇന്റേണൽ വിജിലൻസ് ആണ്? ഉദ്യോഗാർത്ഥികൾ അവർക്ക് ഈ കാര്യത്തിൽ അസ്വാഭാവികത തോന്നുന്നത് കൊണ്ട് അവർ പോരാടി രേഖകളുമായി കോടതിയിൽ പോയി നിയമപരമായി വാദിച്ച് ഈ കേസുകൾ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ മാത്രമല്ലേ, അപ്പോൾ മാത്രമാണ് PSC പിടിക്കപ്പെടുന്നത്, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പിടിക്കപ്പെടുന്നത്.
അല്ല, ഞാൻ പറയുന്നത് ഇതിനകത്ത് അഴിമതി ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഈ PSCയുമായി ബന്ധപ്പെട്ട് ഇന്റേണൽ വിജിലൻസ് അവിടെ നിൽക്കട്ടെ. അത് ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഒരു പ്രഖ്യാപനം മാത്രമാണ്. ഈ ഉദ്യോഗാർത്ഥികൾ ഇതിന്റെ പുറകെ നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ്. ഈ ശിവരഞ്ജിത്തിന്റെ കാര്യം എങ്ങനെയാണ് പുറത്തു വന്നത്? മറ്റു ഉദ്യോഗാർത്ഥികൾ നടത്തിയ ശ്രമകരമായ സമരത്തിന്റെ ഭാഗമായിട്ടാണ്. എനിക്ക് തോന്നുന്നു ആ ലിസ്റ്റിന്റെ ഭാഗമായി ലിസ്റ്റിലുണ്ടായിരുന്ന ആളുകൾക്കൊന്നും പിന്നെ നിയമനം പോലും നൽകിയിട്ടില്ല. ആ ലിസ്റ്റിന്റെ ഭാഗമായി ഉണ്ടായിരുന്ന മറ്റു ഉദ്യോഗാർത്ഥികൾക്ക് നിയമനത്തിന് സാധ്യത ഉണ്ടായിട്ട് പോലും ആ ലിസ്റ്റ് ക്യാൻസൽ ചെയ്തിട്ട് പുതിയ എക്സാം നടത്തിയതായിട്ട് ആ ഗവൺമെന്റിന്റെ ഇടപെടൽ അന്ന് ഉണ്ടായിട്ടുണ്ട്. അന്ന് അതൊരു വൈരാഗ്യ ബുദ്ധിയോട് കൂടിയിട്ടാണ് അന്ന് മറ്റുള്ള ഉദ്യോഗാർത്ഥികളോട് അന്നത്തെ സംസ്ഥാന സർക്കാർ, CPMന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാർ പെരുമാറിയത്. അപ്പോൾ ഇത്തരത്തിൽ സധൈര്യം കടന്നു വരുന്ന ഉദ്യോഗാർത്ഥികൾ, ഞാൻ പ്രിയപ്പെട്ട ആദർശ് ശിവദാസിനെ അഭിനന്ദിക്കുകയാണ്. അദ്ദേഹത്തിനെ പോലെയുള്ള ആളുകൾ നടത്തുന്ന നിയമ പോരാട്ടത്തിനനുസരിച്ച് ഈ ഗവൺമെന്റ് വളരെ കൃത്യമായി തന്നെ ഈ പരാതി ഞാൻ ഇന്ന് കൊടുക്കുമ്പോൾ പോലും കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ, കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ സഗൗരവത്തോടുകൂടി ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് അത് എങ്ങനെയാണ് നമുക്കത് നിയമപരമായി മുന്നോട്ട് പോകാൻ കഴിയുന്നത്, നാളുകളിൽ ഇത് എങ്ങനെ സംഭവിക്കാതിരിക്കാം, എങ്ങനെ ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായി ഇത്തരത്തിലുള്ള തീരുമാനം ഈ ഗവൺമെന്റിനെ കൊണ്ട് എടുപ്പിക്കാമെന്നുള്ള കൃത്യമായ ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ. ഭരണഘടനാ സ്ഥാപനമാണ്, പരിമിതി ഉണ്ടെന്നുള്ള സ്ഥിരം പുതപ്പിലല്ല അവസാനിക്കേണ്ടത്. കാരണം ഈ ഞാൻ മനസ്സിലാക്കുന്ന ചീഫ് കൺട്രോൾ ഓഫ് എക്സാമിനേഷന് കീഴിലാണ് PSC വിജിലൻസ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇന്റേണൽ വിജിലൻസ് അന്വേഷണത്തിന് എന്ത് സാങ്ക്ടിറ്റി ഉണ്ട്? അതായത് ആരാണോ ഈ കാര്യത്തിൽ ഉത്തരവാദിയായി നിൽക്കുന്നത് അതിന് കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് അതിൽ വീഴ്ചയുണ്ടോ എന്ന് പരിശോധിപ്പിക്കുക. അതുപോലും ടൈം ഫ്രെയിം പറഞ്ഞിട്ടില്ല. അത് അക്ഷരാർത്ഥത്തിൽ കണ്ണിൽ പൊടിയിടലാണ്. അതുകൊണ്ട് PSCയുടെ വിശ്വാസ്യതയൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടെ നടന്നിരിക്കുന്ന ഒന്നാം തരം ഫോർജറിയാണ്, തട്ടിപ്പാണ്. അത് നിയമന തട്ടിപ്പ് തന്നെയാണ്. അത് എത്ര തസ്തികയാണെങ്കിലും, ഒന്നാണെങ്കിലും രണ്ടാണെങ്കിലും മൂന്നാണെങ്കിലും അതിൽ വളരെ സുതാര്യമായ ഒരു അന്വേഷണമാണ് ആവശ്യം. ഇടവേളയ്ക്ക് ശേഷം വരാം. UGS